ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇരിട്ടി പയഞ്ചേരി മുക്ക് ജംഗ്ഷനിലാണ്. ഇവിടുത്തെ അവസ്ഥ കുറച്ചധികം ദിവസങ്ങളായി വളരെ ദയനീയമാണ് എന്ന് തന്നെ വേണം പറയാൻ. മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഗതാഗത കുരുക്കാണ് കാരണം. ഓരോ യാത്രികരും ഇവിടെ ഗതാഗത കുരുക്കിൽ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. ഓരോരുത്തരും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് മറ്റൊന്നുമല്ല, കൊട്ടിയൂരേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണ് പയഞ്ചേരി മുക്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത്. കൊട്ടിയൂരേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പയഞ്ചേരി മുക്കിലെ ഈ ഗതാഗത കുരുക്ക് വൻ പ്രയാസമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ജംഗ്ഷനിൽ പ്രവർത്തിക്കേണ്ടുന്ന സിഗ്നൽ ലൈറ്റുകളെല്ലാം തന്നെ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഹോം ഗാർഡുമാർ വിയർത്തുകൊണ്ടിരിക്കുകയാണ്. ഇരിട്ടി പയഞ്ചേരി മുക്കിൽ വൻ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മാസങ്ങളായി ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനക്ഷമമല്ല. അതിനാൽ തന്നെ വാഹനാപകടങ്ങളും വാഹനങ്ങളുടെ അഭൂതപൂർവമായ നീണ്ട നിരയും ഇവിടെ സ്ഥിരം കാഴ്ചയായിരുന്നു. മലബാറിലെ ഏറ്റവും വലിയ തീർത്ഥാടന ഉത്സവങ്ങളിലൊന്നായ കൊട്ടിയൂർ ഉത്സവം കാണാൻ 10,000-കണക്കിന് ഭക്തരാണ് ഇപ്പോൾ ദിവസവും മലയോര മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരും ബസ് യാത്രികരും എല്ലാം ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷൻ കൂടിയാണ് പയഞ്ചേരി. മണിക്കൂറുകളോളമാണ് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് യാത്രക്കാർ വലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയ തിരക്കിന്റെ ബ്ലോക്കാണ്. ഈ സിഗ്നൽ ഉണ്ടെങ്കിൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കുറച്ചധികം നേരമായോ ഇതിനകത്ത് പെട്ടിട്ട്? കുറച്ച് സമയമായല്ലേ? ഇപ്പൊ കുട്ടികളെയും കൊണ്ടെല്ലാം പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. മഴയായതുകൊണ്ടുള്ള പ്രയാസം ഉണ്ടാവില്ല? അതൊക്കെ ഉണ്ട്. ഈ ട്രാഫിക്കിന്റെ കാര്യങ്ങളൊന്ന് റെഡിയാക്കിയാൽ തന്നെ ശരിയാവും. ബ്ലോക്കിൽ പെട്ടിട്ട് കുറെ നേരമായോ? കാമണിക്കൂറായി. ഇപ്പൊ ഈ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് പ്രയാസം ഉണ്ടോ? കൊട്ടിയൂർ ദർശനത്തിനായുള്ള തീർത്ഥാടകരുടെ തിരക്ക് കാരണം ഗതാഗതം ഇന്ന് സ്തംഭിച്ച ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ചധികം നേരമായി വൻ ഗതാഗത കുരുക്കാണ് പയഞ്ചേരി മുക്ക് ജംഗ്ഷനിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 ഹോം ഗാർഡുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്തും അവർ വിയർക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വാഹനയാത്രികരും വൻ ബുദ്ധിമുട്ടിലാണ്. അവർ കുറച്ചധികം നേരം തന്നെ ഈ ഒരു ജംഗ്ഷനിൽ പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. കൊട്ടിയൂരിലേക്ക് പോകുന്ന ഭക്തരുടെ വാഹനങ്ങളും കർണാടകയിലേക്ക് പോകുന്ന അന്തർ സംസ്ഥാന ബസ്സുകളും ചരക്കു ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളും എല്ലാം ഒന്നിച്ചെത്തിയതോടെ പയഞ്ചേരി മുക്കിന്ന് അക്ഷരാർത്ഥത്തിൽ തിരക്കിലമർന്നിരിക്കുകയാണ്. വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ തിരക്കുകൾ വർദ്ധിക്കുമെന്ന മുൻകാല അനുഭവങ്ങൾ ഉള്ളപ്പോഴും പ്രധാന സിഗ്നൽ പോയിന്റായ പയഞ്ചേരിയോടുള്ള അധികൃതരുടെ അനാസ്ഥ അപലപനീയം തന്നെയാണ്. ഒപ്പം ഇവിടുത്തെ സീബ്ര ക്രോസിലെ ലൈനുകൾ പകുതിയിലധികവും മാഞ്ഞുപോയതിനാൽ കാൽനട യാത്രികരും പ്രതിസന്ധിയിലാകുന്നു. ഹോംഗാർഡുമാർ അടക്കം തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഇവിടെ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് പോയിട്ട് ആരും അതിനെപ്പറ്റി ഒന്നും ശരിയാവുന്നില്ല. ഇവിടെ മുനിസിപ്പാലിറ്റി എല്ലാം അതിനെപ്പറ്റി പ്രക്ഷോഭം നടത്തിയിന് ഒന്നും തീരുമാനമായിട്ടില്ല. അതാണ് സംഗതി. ഹോംഗാർഡുകാർ അത്യാവശ്യം ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടാകാറില്ല. അതെ, അത് ഈ കൊട്ടിയൂർ ഉത്സവം ആയതുകൊണ്ട് അവർ വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഉണ്ടാകാറില്ല. ഒരുപാട് നേരം നിർത്തേണ്ടി വരും. വാഹനങ്ങളുടെ നീണ്ട നിരയിൽ ദിനം പ്രതി ഈ ഒരു ഗതാഗത കുരുക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യം എന്ത് ചെയ്യും? ഇതിന് ഇനി എന്നാണ് ഒരു അറുതി ഉണ്ടാവുക എന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഇവിടെ കാണാൻ കഴിഞ്ഞ മറ്റൊരു കാഴ്ച എന്തെന്നാൽ, ഇവിടെ എത്തിയ കാൽനട യാത്രികർ ഈ ഒരു ജംഗ്ഷൻ മുറിച്ചു കടക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മറ്റൊന്നുമല്ല, ഈ ഒരു ഗതാഗത കുരുക്കിൽപ്പെട്ട് അവർ ബുദ്ധിമുട്ടുകയാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള സീബ്ര ലൈനുകൾ പാതി മാഞ്ഞ അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇരിട്ടിയിലെ പലയിടങ്ങളിലെയും സീബ്ര ലൈനുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇതിനെല്ലാം എന്നാണ് ഒരു അറുതി ഉണ്ടാവുക എന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ക്യാമറ പേഴ്സൺ രശ്മിത, പ്രൈം ന്യൂസ്.